മുക്കത്ത് 2 സ്ഥലങ്ങളിൽ നിന്നായി 2 കിലോ 800 ഗ്രാമിലധികം MDMA-യുമായി 2 പേർ പിടിയിലായ സംഭവത്തിൽ പോലീസ് അന്വേഷണം മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നു. ഇതിന്റെ ഭാഗമായി താമരശ്ശേരി ഡിവൈഎസ്പി വിനോദ് കുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. മുക്കം പൂളപ്പൊയിൽ പുല്ലമ്പാടി പറമ്പിൽ പി മുഹമ്മദ് ഹനീഫ, ബേപ്പൂർ സ്വദേശി റെയ്ഹാനത്ത് എന്നിവരെയാണ് മയക്കുമരുന്നുമായി 2 ആഴ്ച മുമ്പ് പോലീസ് പിടികൂടിയിരുന്നത്. മുക്കത്ത് 2 സ്ഥലങ്ങളിൽ നിന്നായി 2 കിലോ 800 ഗ്രാമിലധികം MDMA-യുമായി 2 പേർ പിടിയിലായ സംഭവത്തിലാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കുന്നത്. ഇതിന്റെ ഭാഗമായി താമരശ്ശേരി ഡിവൈഎസ്പി വിനോദ് കുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. അന്വേഷണം മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കാനാണ് സംഘത്തിന്റെ തീരുമാനം. മയക്കുമരുന്നിന്റെ ഉറവിടം, പ്രതിയുടെ കൂട്ടാളികൾ, സാമ്പത്തിക സ്രോതസ് എന്നിവയാണ് സംഘം പ്രധാനമായും അന്വേഷിക്കുക. പോത്ത് കച്ചവടക്കാരനായ പ്രതിയുടെ കച്ചവടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സംഘം അന്വേഷിക്കും. അതിനിടെ വടകര നാർക്കോട്ടിക് കോടതിയിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതി മുക്കം പൂളപ്പൊയിൽ പുല്ലമ്പാടി പറമ്പിൽ പി മുഹമ്മദ് ഹനീഫയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി പോലീസ് കസ്റ്റഡിയിൽ ലഭിക്കുന്നതിന് അപേക്ഷയും നൽകി. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസ് കണക്കുകൂട്ടുന്നത്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 2-നാണ് 2 ഇടങ്ങളിലായി പോലീസ് നടത്തിയ പരിശോധനയിൽ 2 കിലോ 803 ഗ്രാം MDMA-യുടെ വൻ ശേഖരം പിടികൂടിയത്. സംഭവത്തിൽ മുഹമ്മദ് ഹനീഫയെ കൂടാതെ ഇദ്ദേഹത്തിനൊപ്പം താമസിക്കുന്ന കോഴിക്കോട് ബേപ്പൂർ സ്വദേശി റെയ്ഹാനത്തും പിടിയിലായിരുന്നു. കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി ടി ഫറാഷ് IPSന്റെ നിർദ്ദേശപ്രകാരം ജില്ലാ നാർക്കോട്ടിക് ഡിവൈഎസ്പി ടി ഉത്തംദാസിൻ്റെ നേതൃത്വത്തിലുള്ള നാർക്കോട്ടിക് സെല്ലിൻ്റെ ഡാൻസ് ഓഫ് സംഘവും താമരശ്ശേരി ഡിവൈഎസ്പി വിനോദ് കുമാറിൻ്റെ കീഴിലുള്ള മുക്കം പോലീസും ചേർന്നാണ് പ്രതികളെ പിടികൂടിയിരുന്നത്. മുഹമ്മദ് ഹനീഫയിൽ നിന്ന് മുക്കം അഗസ്ത്യൻമൊഴി മിനി സിവിൽ സ്റ്റേഷന് മുൻവശം വെച്ച് 517 ഗ്രാം MDMA ആദ്യം പിടികൂടുകയായിരുന്നു. തുടർന്ന് ഇയാളിൽ നിന്ന് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വാടക വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ബാക്കി MDMA പിടികൂടിയത്. നോട്ട് എണ്ണുന്നതിനുള്ള കൗണ്ടിംഗ് മെഷീനും പാക്കിങ്ങിനുള്ള നിരവധി കവറുകളും നിരവധി ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ത്രാസുകളും വീട്ടിൽ നിന്നും കണ്ടെടുത്തിരുന്നു. ഡൽഹിയിൽ നിന്നും ബംഗളൂരുവിൽ നിന്നും മുഹമ്മദ് ഹനീഫ ലഹരി എത്തിക്കാറുണ്ടെന്ന് പോലീസ് പറഞ്ഞു. നിരന്തരം ഇതിനായി ഇയാൾ വിമാനയാത്രകളും നടത്താറുണ്ട്. കോഴിക്കോട് നിന്ന് ഡൽഹിയിലേക്ക് വിമാനത്തിലും തിരിച്ച് ട്രെയിനിലുമാണ് യാത്രകൾ നടത്തിയിരുന്നത്. വർഷങ്ങളായി ഒറീസയിൽ നിന്നും കാലികളെ ഇറക്കി ആന്ധ്രയിലും മറ്റും വിൽപ്പന നടത്തിയിരുന്ന ഹനീഫ പിന്നീട് ലഹരി കച്ചവടത്തിലേക്ക് തിരികെയായിരുന്നു. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.